ഇനി ജാതി വിദ്വേഷത്തെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. മനുഷ്യരെല്ലാവരും ഒരേ വർഗവും ഒരേ വർണ്ണവും ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും പുത്രരും പുത്രിമാരുമാണെന്നാണ് ഇസ്ലാമിൻ്റെ തീരുമാനം, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്. പലയിടങ്ങളിൽ ഇതിന് വിരുദ്ധമായ നിരവധിയായ പ്രവർത്തനങ്ങൾ വന്നു. അവരെ സംസ്കരിക്കാൻ കൂടെയാണ് പ്രവാചകന്മാർ ധാരാളമായി കടന്നു വന്നത്. നമ്മുടെ ഇന്ത്യ ജാതീയതയുടെ വിളവെടുപ്പ് ഭൂമിയാണ്. മനുഷ്യരെ വിവിധ ശ്രേണികളായിട്ട് തിരിക്കുന്ന, ഒരിക്കലും മാനവികമല്ലാത്ത ആ ഒരു സംവിധാനം മതത്തിൻ്റെ ഭാഗമായും അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായും മോക്ഷത്തിനുള്ള മാർഗമായും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു നാടാണ് നമ്മുടെ ഇന്ത്യ. നമുക്കറിയാവുന്നതുപോലെ പ്രധാനപ്പെട്ട ജാതി വർണ്ണങ്ങൾ 4 ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, അപ്രകാരം തന്നെ ശൂദ്രർ. സത്യം പറഞ്ഞാൽ ഈ ജാതി വർണ്ണ വ്യവസ്ഥയിൽ കടന്നുകൂടാൻ പോലും പറ്റാത്ത കുറേ ടീമുണ്ട്. ശൂദ്രരൊക്കെ അവരുടേതായ ധർമ്മം ബ്രാഹ്മണനെ സേവിക്കലാണ് എന്ന് പറഞ്ഞാലും ഏറ്റവും വൃത്തികെട്ട പണികളാണ് അവർ ചെയ്യേണ്ടത് എന്ന് വെച്ചാലും അവർക്ക് വിദ്യാഭ്യാസം പാടില്ല എന്ന് മതപരമായ തിട്ടൂരമായിട്ട് തന്നെ അവരെ കാലങ്ങളായി സഹസ്രങ്ങളായി അടിച്ചേൽപ്പിക്കപ്പെട്ടാലും അവർക്കൊക്കെ ജാതി വ്യവസ്ഥയിൽ കയറാനെങ്കിലും പറ്റിയിട്ടുണ്ട്. ഇതിനു പോലും പറ്റാത്ത കുറേ പുഴുജന്മങ്ങൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകരുടെ കഠിനമായ അധ്വാനം കൊണ്ടാണ് അതിന് ഒരു പൊതു രീതിയിൽ നിന്ന് മാറി വളരെ പരസ്യമായി അതൊരു ചടങ്ങായി നിർവഹിക്കുന്ന ശൈലിയിൽ നിന്ന് കുറേയൊക്കെ മാറി ഇന്ന് ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നിലക്കും മനുഷ്യരെന്ന രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം ലോകം തന്നെ വൈവിധ്യത്തിൻ്റെതാണ്. ഒരേ ശ്രേണിയിലുള്ള ലോകം സാധ്യമല്ല. അതുകൊണ്ട് ഫലമില്ല എല്ലാ അർത്ഥത്തിലും. ദൈക്ഷണികമായി നമ്മൾ ചിന്തിച്ചു നോക്കുക, എല്ലാവരും ഒരേ ബുദ്ധി നിലവാരാണെങ്കിൽ ലോകം മുന്നോട്ട് പോകില്ല. എല്ലാവരും ഡോക്ടർമാരാണെങ്കിൽ ഒരിക്കലും ലോകം മുന്നോട്ട് പോകില്ല. ആശുപത്രി നടക്കില്ല, ചികിത്സ തീരെ സംഭവിക്കില്ല. എല്ലാവരും ഡോക്ടർമാരാണെങ്കിൽ ഒരു ആശുപത്രി അടക്കണമെങ്കിൽ അതിൻ്റെ നിർമ്മാണം മുതൽ ഡോക്ടർമാരല്ലാത്ത എത്ര ആളുകളുടെ സേവനം വേണം? ഒരാശുപത്രിയിലേക്ക് വേണ്ട സംഗതികൾ നിർമ്മിക്കാൻ ഡോക്ടർമാരല്ല മറ്റു പലരുമാണ് അധ്വാനിക്കേണ്ടത്. നമുക്ക് വേഗം മനസ്സിലാകുന്നതാണത്, വല്ലാതെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരാശുപത്രി എങ്ങനെയാണ് നിർമ്മാണം നടത്തേണ്ടത്? ആദ്യമായി അതിന് പ്ലാൻ ഉണ്ടാക്കണം. അത് ഡോക്ടർക്ക് കഴിയില്ല, അത് എഞ്ചിനീയർ എന്ന് പറയുന്ന വേറൊരു ടീം വേണം. അതിന് നിർമ്മാണം നടത്തണം. അതിന് JCB ഓപ്പറേറ്റർ മുതൽ പിടിച്ച് കുറേ സാധാരണഗതിയിൽ അത്ര വൈറ്റ് കോളർ ജോലിക്കാരല്ലാത്തവരുടെ വലിയ അധ്വാനം വേണം. അവിടുന്ന് കുറേ അങ്ങോട്ടും കൂടി പോയൊക്കെ നമുക്ക് JCBയുടെ നിർമ്മാണം ഇവിടുന്ന് സംഭവിക്കണം. ജീവൻ പണയപ്പെടുത്തി ഇരുമ്പ് ഖനികളിലിറങ്ങി ഇരുമ്പയിര് കുഴിച്ചു കൊണ്ടുവരുന്ന, തീരെ സമൂഹത്തിൽ ശ്രദ്ധേയരല്ലാതായി പോകുന്ന, കഷ്ടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന പാവപ്പെട്ട കുറേ തൊഴിലാളികൾ മുതൽ അത് തുടങ്ങണം. JCBയുടെ നിർമ്മാണത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. ഒരു സാധാരണ കൈക്കോട്ടാണെങ്കിലോ അതിനും വേണം ഇരുമ്പ്. ഇരുമ്പ് എവിടെ നിന്ന് കിട്ടും? സൂറത്തുൽ ഹദീദിന്റെ 25-ാം വചനത്തിൽ അള്ളാഹു പറയുന്നത് ഉപരിലോകത്തിൽ നിന്ന് അള്ളാഹു ഇറക്കി എന്നാണ്. ഇരുമ്പിനെ കുറിച്ച് മാത്രം മുമ്പൊരിക്കൽ നമ്മളത് സംസാരിച്ചിട്ടുണ്ട്. ഉൽക്കാപ്രവാഹങ്ങൾ വഴി അന്യഗ്രഹങ്ങളിൽ എവിടെയോ രൂപപ്പെട്ടൊരു ലോഹമാണ് ഈ ഇരുമ്പ്. ഇപ്പൊ നമുക്ക് ആധുനികമായ സംവിധാനങ്ങൾ വെച്ച് ഈ ചുണ്ണാമ്പും മറ്റും ഉപയോഗപ്പെടുത്തി ഇരുമ്പ് നിർമ്മിക്കാൻ സാധിക്കും. അടിസ്ഥാനപരമായി ഇരുമ്പ് ഉപരിലോകത്തിൽ നിന്ന് വർഷിക്കപ്പെട്ടതാണ്. ഇത് ഭൂമിയിൽ നിക്ഷേപിക്കപ്പെട്ട അത് കുഴിച്ചെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളി മുതൽ സിമന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന മഹാസാധു മുതൽ ഒരു ആശുപത്രി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആഴത്തിലേക്കാണ് പോയിട്ടുണ്ടെങ്കിൽ 1 ലക്ഷക്കണക്കിന് ആളുകളുടെ അധ്വാനം ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ഡോക്ടർമാരായി, എല്ലാവരും നല്ല കോട്ടും സ്റ്റെതസ്കോപ്പ് തോളിലും വെച്ച് ഇങ്ങനെ നടന്നാൽ ആശുപത്രി ഉണ്ടാവില്ല. വൈവിധ്യം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അത് അംഗീകരിക്കാതെ ആർക്കുമേ ഈ ലോകത്ത് നിലനിൽക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ അത് നമ്മുടെ മുമ്പിൽ വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട്. വല്ലദീ അൻശഅ ജന്നാത്തിൻ മഅറൂശാത്തിൻ വഗൈറ മഅറൂശാത്ത് വന്നഖൽ വസ്സർഉ മുഖ്തലിഫൻ നുഖ്ലുഹു വസ്സൈത്തൂൻ വറുമ്മാൻ മുതശാബിഹ. സൂറത്തുൽ അൻആമിന്റെ 141-ാമത്തെ വാക്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള തോട്ടങ്ങൾ നിർമ്മിച്ചു, വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ചെടികളെയും മരങ്ങളെയും സൃഷ്ടിച്ചു. അതിൽ ഈത്തപ്പനയുണ്ട്, സൈത്തൂനുണ്ട്, നമ്മുടെ ഒലീവുണ്ട്, പിന്നെ മറ്റ് പല കൃഷികളുമുണ്ട്. അതിൻ്റെ എല്ലാം ടേസ്റ്റ് വ്യത്യസ്തങ്ങളാണ്. ഒരേ സ്ഥലത്ത് സേചനം ചെയ്യപ്പെടുന്നു, ഒരേ സ്ഥലത്ത് ഒരേ വളം കിട്ടുന്നു. ഒരു വ്യത്യസ്തങ്ങളായ കായ്കനികളുള്ള ഒരു തോട്ടം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരേ വളം അതിനൊക്കെ ലഭ്യമാകുന്നു, ഒരേ രീതിയിൽ ഒരേ കിണറന്നെടുത്ത വെള്ളം അതിന് ലഭ്യമാകുന്നു. പക്ഷേ പഴങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായ ടേസ്റ്റുകളായിരിക്കും. ഒരേ മുരടിൽ നിന്നുണ്ടായിത്തീരുന്ന 2 വ്യത്യസ്ത മരങ്ങളിൽ കായ്ക്കുന്ന ഫലങ്ങൾ രണ്ടും വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും, സ്വഭാവമായിരിക്കും, ഗുണങ്ങളായിരിക്കും. അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റും വേറെയായിരിക്കും.
ഈ ഒരു വൈവിധ്യം ലോകത്തിന് ആവശ്യമാണ്. നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയാറില്ലേ, വൈവിധ്യങ്ങളുടെ ഒരു സംസ്കാരങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയ ഒരു മഹാരാജ്യം. ഈ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കണമെന്ന് സാമൂഹിക ബോധമുള്ളവരൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഈ വൈവിധ്യങ്ങളുടെ സങ്കലനമാണ് ഇന്ത്യ. അല്ലെങ്കിൽ ഏതൊരു നാടിലെ ഏതവസ്ഥ പരിശോധിക്കുകയാണെങ്കിലും ഈ വൈവിധ്യങ്ങൾ ഉണ്ടാകും. പടച്ച റബ്ബ് തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിന്റെ 118-19 വചനങ്ങളിൽ വലൗ ശാഅ റബ്ബുക ലജഅല അന്നാസ ഉമ്മത്തൻ വാഹിദൻ വലാ യസാലൂന മുഖ്തലിഫീൻ, അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഒരേ സമൂഹമാക്കുമായിരുന്നു. ഡോക്ടർമാർ എല്ലാവരും, എഞ്ചിനീയർമാർ എല്ലാവരും, അതല്ലെങ്കിൽ ഒരേ ആദർശക്കാർ എല്ലാവരും, ഒരേ വർണ്ണക്കാർ എല്ലാവരും, ഒരേ തൊഴിലെടുക്കുന്നവർ, ഇങ്ങനെ ആക്കുമായിരുന്നു. പക്ഷേ പടച്ച റബ്ബിന് അങ്ങനെ താല്പര്യമില്ല. വലാ യസാലൂന മുഖ്തലിഫീൻ, വിവിധ കാരണങ്ങളാൽ അവർ വിഭിന്നരായി തീർന്നുകൊണ്ടേയിരിക്കും. വലാ യസാലൂൻ, സമൂഹമാകും, മുഖ്തലിഫീൻ, വ്യത്യസ്തരാകും. അതിന് പല കാരണങ്ങളുണ്ടാകും. വർണ്ണമാവാം. യൂറോപ്യൻസിന്റെ കളറല്ല ആഫ്രിക്കൻസ്. യൂറോപ്പിൽ തന്നെ വ്യത്യസ്ത കളറുകാരുണ്ട്. വാസ്കോ ഡ ഗാമ അമേരിക്കയിലേക്ക് ആദ്യം എത്തിയപ്പോൾ അയാളുടെ യാത്ര ഇന്ത്യയിലേക്കായിരുന്നല്ലോ. അന്ന് സാംസ്കാരികമായും സാമ്പത്തികമായും അഭ്യുന്നതയിലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്നത്തെ പോലെ 120 രാഷ്ട്രങ്ങളുടെ മൊത്തം കണക്കെടുക്കുമ്പോൾ ആ ഇൻഡെക്സിൽ 120 രാഷ്ട്രങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പട്ടിണിയുടെ ഒക്കെ കണക്കിൽ 107ാമത്തേതായി മാറുന്ന ദയനീയതൊന്നും അന്ന് ഇന്ത്യക്കില്ലായിരുന്നു. 107ാമത്തേത്, 120ൽ 107ാമത്തേത്. വളരെ പാവപ്പെട്ട് അമേരിക്ക ക്ലസ്റ്റർ ബോംബിട്ട് തകർത്ത് കളഞ്ഞ അഫ്ഗാൻ പോലും നമ്മുടെ മുമ്പിൽ. നാണക്കേടാണ് സത്യം പറഞ്ഞാൽ, നാണക്കേടാണ്. നമ്മുടെ 1 രൂപയ്ക്ക് അഫ്ഗാനിസ്ഥാൻ്റെ 1 റുപ്യ കിട്ടൂലേ? നമ്മുടെ 1 റുപ്യയും 60 പൈസയും കൊടുക്കണം, എന്നാൽ അഫ്ഗാനിസ്ഥാൻ്റെ 1 രൂപ നമുക്ക് കിട്ടുള്ളൂ. കളച്ചു മറിക്കപ്പെട്ടൊരു നാട്. വ്യവസ്ഥാപിതമായൊരു ഭരണഘടന ഉണ്ടോയെന്ന് പോലും നമുക്ക് ഇപ്പോഴും സംശയിക്കേണ്ട ഒരു നാട്. അതിനോട് പോലും ഒപ്പം നിൽക്കാൻ സാമ്പത്തികമായി നമ്മൾ ഭദ്രമല്ല. ഇതൊരു വസ്തുതയാണ്, ഇതൊരു വസ്തുതയാണ്. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. ഇന്ത്യയുടെ വിഭവങ്ങളായിരുന്നു ലോകത്തിന് ആവശ്യം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് പുണ്യപ്രവാചകരെ പ്രകീർത്തിച്ചുകൊണ്ട് കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു ആലപിക്കുന്ന ബാനത്ത് സ്വാദ് എന്ന് പ്രസിദ്ധമായ കവിത. ബാനത്ത് സ്വാദ് എന്നും പറഞ്ഞിട്ട് ഈ കഅബ് ബിൻ സുഹൈർ അല്ലാഹുവിൻ്റെ റസൂലിനെ എല്ലാ അർത്ഥത്തിലും വല്ലാതെ പീഡിപ്പിച്ച, എല്ലാ അർത്ഥത്തിലും ഫിസിക്കലായും സാഹിത്യപരമായും വല്ലാതെ പീഡിപ്പിച്ച, അവസാനം വരെയും പരിശുദ്ധ ഇസ്ലാമിന് വിരുദ്ധനായി നിലകൊണ്ട കഅബ് ബിൻ സുഹൈർ എന്ന് പറയുന്ന മഹാകവി, അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാഷ്ട്രവിരുദ്ധനായതുകൊണ്ടും രാഷ്ട്രത്തിനെതിരെ ശക്തമായി പ്രവർത്തിക്കുന്നത് കൊണ്ടും തലക്ക് ഇനാമ് പ്രഖ്യാപിച്ച ആളായിരുന്നു. അദ്ദേഹം ഒരു പുതപ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആളെ പെട്ടെന്ന് അറിഞ്ഞു പോയാൽ ആരെങ്കിലും ഒക്കെ അറ്റാക്ക് ചെയ്യുമെന്ന് കരുതിയിട്ട് പുതപ്പിൽ ഇങ്ങനെ മൂടി നിന്ന് നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് ബനത്തു സ്വാദു വഖൽബിൽ യൗമ എന്ന് പറഞ്ഞിട്ട് കവിത ആലപിക്കുകയാണ്. എല്ലാ അറബി പ്രാചീന കവിതകളുടെയും രീതി പോലെ ഒരു ബിംബത്തെ പ്രതിഷ്ഠിച്ച് ആ ബിംബത്തെ അങ്ങനെ വർണ്ണിപ്പിച്ച്, അതാണ് ഈ സ്വാദ്. സ്വാദ് എന്ന പെണ്ണ് പ്രത്യക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് അവളെ വർണ്ണിക്കുകയാണ്. അവളുടെ എല്ലാ സൗന്ദര്യങ്ങളും അവരുടെ രൂപലാവണ്യങ്ങളൊക്കെ അങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആദ്യഘട്ടം ഈ കവിത ആലപിച്ചപ്പോൾ സഹാബികളിൽപ്പെട്ട ചില ആളുകളൊക്കെ അതിനെതിരെ വിമിട്ടം പ്രകടിപ്പിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു അടങ്ങിയിരിക്കാൻ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഅബിന്റെ ഉദ്ദേശം ശരിക്കും അറിയുന്നത് കൊണ്ട് അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സൈലന്റ് ആകാൻ പറഞ്ഞു. അങ്ങനെ ഈ കവിതയിൽ സ്വാദെന്ന പെണ്ണിനെ അതിമനോഹരമായി വർണ്ണിച്ച് അവളൊക്കെ എവിടെ കിടക്കുന്നു എൻ്റെ ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ നിന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരകായ പ്രവേശം, അത് അറബി പ്രാചീന കവിതകളുടെ രീതിയാണ്. ആ വിശേഷണം നബിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, മേഡിയൻ ഇന്ത്യൻ വാള് പോലെയാണ് റസൂൽ എന്ന് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മേഡിയൻ ഇന്ത്യൻ, അന്നത്തെ ഇന്ത്യയിലെ വാള് ആയുധം എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമായിരുന്നു എന്നർത്ഥം. മുഹന്നദുൻ, ഇന്ത്യൻ നിർമ്മിതം. മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, ഊരപ്പെട്ട അള്ളാഹുവിന്റെ ഖഡ്ഗമാണ്, വാളാണ്, അള്ളാഹുവിന്റെ സോഡ്, അല്ലെ? അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ ആ വാൾ എവിടെ നിർമ്മിച്ചു? മുഹന്നദുൻ. കരുവാരക്കുണ്ടക്കറിയില്ല നമ്മുടെ നാടിൽ? കരുവാരുടെ ഒരു എന്ന് വെച്ചാൽ ഈ കൊല്ലപ്പണിക്കാരുടെ ലഹാമിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നാട്. അത്രമേൽ ഉഷാറുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയെ പ്രതീക്ഷിച്ചായിരുന്നു വാസ്കോ ഡ ഗാമ യാത്ര തുടങ്ങിയത്. പക്ഷെ എത്തിച്ചേർന്നത് അമേരിക്കയിലാണ്. അപ്പോൾ അവിടെ കുറേ മനുഷ്യന്മാരുണ്ട്. അയാൾ അവരെ കാണുമ്പോൾ ഇവരാണ് ഇന്ത്യക്കാരെന്നും ഇതാണ് ഇന്ത്യ എന്നും തെറ്റിദ്ധരിച്ച് റെഡ് ഇന്ത്യൻസ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഇപ്പോഴും ഉണ്ട് അമേരിക്കയിലാ പറഞ്ഞു. അവർ തനി യൂറോപ്യന്മാരല്ല, തനി അമേരിക്കൻസും അല്ല, അവർ റെഡ് ഇന്ത്യൻസ് ആണ്. ഒരു പക്കാ വെള്ളയല്ല, നമ്മുടെ പോലെയല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു ടീംസ്.
ഈ വർണ്ണങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുവെന്ന് ഖുർആൻ പറയുന്നു. എന്നല്ല, ലോകത്തുള്ള ഈ വൈവിധ്യങ്ങൾ പടച്ച റബ്ബിന്റെ മഹാശക്തിയുടെ അടയാളവും പ്രതീകവുമാണെന്ന് സൂറത്ത് റൂമിന്റെ 22-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാം. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ് വഖ്തിലാഫി അൽസിനതികും വഅൽവാനികും. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ മഹാപ്രപഞ്ചത്തെ, ഭൂമിയെ, ആകാശത്തെ സൃഷ്ടിച്ചത്. അതോടൊപ്പം നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങളുടെ ഭാഷയും വർണ്ണവും വ്യത്യസ്തമായതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാകുന്നു. ഭാഷയും വർണ്ണവും വ്യത്യസ്തമാവുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ ശക്തിവിശേഷത്തിൻ്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആളുകളിൽ ഈ ഒരു വ്യത്യസ്തത നിലനിൽക്കുമെന്നും അത് തികച്ചും സ്വാഭാവികമാണെന്നും അത് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർണ്ണവിവേചനത്തിൻ്റെ പേരും പറഞ്ഞ് ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ വ്യത്യസ്തങ്ങളായ ജോലികൾ സൃഷ്ടിച്ച് ഓരോ മനുഷ്യനെ അടിമകളാക്കി വെക്കാനോ ഉള്ളതല്ലെന്നും പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ ബോധിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നോക്കുങ്ങൾ, അള്ളാഹുവിൻ്റെ മഹാ കഴിവായിട്ടാണ് അള്ളാഹു ഭാഷ വ്യത്യസ്തമായതിനെ കുറിച്ച് പറയുന്നത്. എല്ലാവരും ഒരേ ഭാഷക്കാരാവുക, ഒരു സന്തോഷം ഉണ്ടാവില്ല. എല്ലാവരും വ്യത്യസ്തങ്ങളായ രീതിയിൽ സംസാരിക്കുന്നതും സംസ്കാരം ഉൾക്കൊള്ളുന്നതും വലിയൊരു സൗന്ദര്യമാണ്. പരിശുദ്ധ ഖുർആന്റെ അഭിപ്രായത്തിൽ ഖുർആൻ പറയുന്നത് പ്രകാരം ഭാഷ വ്യത്യസ്തമായത് അള്ളാഹുവിൻ്റെ ഒരു വലിയ ശക്തി വിശേഷണമാണ് എന്നാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വിമർശിക്കാൻ വേണ്ടിയല്ലെങ്കിലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടെ പറയാൻ എനിക്ക് തോന്നുകയാണ്. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ മനുഷ്യരെല്ലാവരും ഒരേ ഭാഷക്കാരായി വന്നതിനാൽ അവരൊന്നിച്ചൊരു വലിയ ഗോപുരം സൃഷ്ടിച്ചു. ആ ഗോപുരം വളർന്നു വന്ന് അവർ ഒരേ ഭാഷക്കാരും ഒരേ ദേശക്കാരും ഒരേ ബോധത്തിലും മുന്നോട്ട് പോയാൽ ദൈവത്തിന് ഭീഷണിയാകുമെന്ന് ദൈവത്തിന് തോന്നിയെന്നാണ്. അതുകൊണ്ട് ദൈവം ഇറങ്ങിച്ചെന്നു, അവരുടെ ഭാഷ വ്യത്യസ്തങ്ങളാക്കി. അപ്പോൾ കുറച്ച് ടീം പറയണത് മറ്റേ ടീമിന് മനസ്സിലാവണില്ല, അവർ പറയണത് അതിൻ്റെ അപ്പുറമുള്ള ടീമിന് മനസ്സിലാകുന്നില്ല. അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നത വന്നു, ഐക്യം നശിച്ചു. അതുകൊണ്ട് ദൈവം രക്ഷപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു ദൈവം എന്ന രീതിയിൽ ഇത്രമേൽ നിസ്സാരനാവേണ്ടതോ അല്ലെന്ന് നമുക്കറിയാം. അതിൻ്റെ ഉദ്ദേശങ്ങളും അതിൻ്റെ മറ്റു വിശദീകരണങ്ങളും നൽകേണ്ടത് അതിൻ്റെ ആളുകളാണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ഇറങ്ങിച്ചെന്നവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. ഈ പട്ടണം പണിയൊക്കെ നിർമ്മിച്ചൊരു വലിയ ശക്തിയാവുമ്പോൾ ദൈവത്തിന് ഭീഷണിയാവും തോന്നുകയാണ്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത്. അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും. പരിശുദ്ധ ഖുർആൻ പറയണത് ഞാൻ ഈ ഓതിയ സൂറത്ത് റൂമിന്റെ 22-ാമത്തെ വചനത്തിൽ ഭാഷ വ്യത്യസ്തമായത് അള്ളാഹുവിന്റെ പ്രത്യേകമായ താല്പര്യപ്രകാരം അവന്റെ ശക്തി വിശേഷണത്തിന് തെളിവായിട്ടാണ്. ഇത് രണ്ടിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന്, നിസ്സാരത കൊണ്ട് ഭാഷ ഭിന്നിച്ച് മനുഷ്യന്മാരെ വിവിധ ഗ്രൂപ്പുകളാക്കിയിട്ട് അവരുടെ ഐക്യം തകർത്ത് അവരുടെ പട്ടണ നിർമ്മാണം ഒഴിവാക്കലാണ്. മറ്റേതങ്ങനല്ല, വ്യത്യസ്ത ഭാഷ കൊടുത്തിട്ട് അവരെ ശക്തിപ്പെടുത്തുന്നതാണ്. ആ ഭാഷ അവിടെ ഇരിക്കട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ വൈവിധ്യങ്ങൾ സ്വാഭാവികം മാത്രമാണെന്നാണ്. ഇതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെയും 2-ാം നമ്പറായിട്ട് കാണാൻ പറ്റില്ല. ഇന്ത്യയിൽ ദൗർഭാഗ്യകരമാകാം, സഹസ്രങ്ങൾ നിലനിന്നത് ഇതിന് വിരുദ്ധമായ വ്യവസ്ഥകളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ എല്ലാ തോട്ടിപ്പണിയും വൃത്തികേടും ചെയ്യേണ്ടവരായിരുന്നു ശൂദ്രർ. ഞാൻ നേരത്തെ പറഞ്ഞു, എന്നാലും അവർക്ക് അവരുടേതായ ഒരു പോരിഷുണ്ട്, ശ്രേഷ്ഠത ഉണ്ട്. ജാതി ശൃംഖലയിൽ അവർക്കൊരു കണ്ണിയാകാൻ പറ്റി എന്നുള്ളത്. അതിന് പോലും പറ്റാത്ത മഹാപുഴുക്കളായ ജീവികളുണ്ട് മനുഷ്യരുടെ പേരിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങിങ്ങുണ്ട്, തീരെ അവസാനിച്ചിട്ടൊന്നുമില്ല. ബ്രാഹ്മണന്മാർ ചെയ്യേണ്ടത് വേദപഠനവും പിന്നെ അവരുടെ പൗരോഹിത്യ വൃത്തികളൊക്കെ. അതിൻ്റെ താഴെയുള്ള ക്ഷത്രിയന്മാർ രാഷ്ട്രീയം, യുദ്ധം, അതുപോലെയുള്ള സംഗതികളൊക്കെ നടത്തേണ്ടവരാണ്. അതിൻ്റെ താഴെയുള്ള ആളുകൾ വൈശ്യർ, കച്ചവടം പോലത്തെ, കൃഷി പോലത്തെ സംഗതിയുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക ലെവലൊക്കെ കൈകാര്യം ചെയ്യേണ്ടവരാണ്. ശൂദ്രരുടെ പ്രധാന ധർമ്മം ബ്രാഹ്മണന്മാരെ സേവിക്കലാണ്. ബ്രാഹ്മണന്മാരെ സേവിക്കുക വഴി അവർക്ക് മോക്ഷം കിട്ടിയാൽ അടുത്ത ജന്മത്തിലെങ്കിലും ഈ ജാതി ശൂദ്രന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പം നിരന്തരമായി സേവനം അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഈ ജന്മം കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനാവാൻ, നമ്മുടെ നാട്ടിലുള്ള ഒരു മന്ത്രിയൊക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനായി പിറന്ന് ഇന്ന ക്ഷേത്രത്തിൽ പൂജാരിയാവണം എനിക്കെന്നൊക്കെ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് ആഗ്രഹിക്കാം, ആർക്കും പലതും ആഗ്രഹിക്കാം, ഇഷ്ടമുള്ളതൊക്കെ ആഗ്രഹിക്കാം. അതേക്കുറിച്ചല്ല നമ്മൾ പറയണത്. പക്ഷെ അടുത്ത ജന്മത്തിലെങ്കിലും നല്ല ഒരു സ്വഭാവവും സാമൂഹിക അവസ്ഥയും നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ ബ്രാഹ്മണനെ സേവിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ ഈ ബ്രാഹ്മണന്റെ നിത്യ അടിമയായിട്ട് ഈ സാധു മനുഷ്യന്മാർ മാറും. നിത്യമായി തൊഴിലെടുക്കുക.
എന്നിട്ട് അതിന് അന്നം മാത്രം ഇത്തിരി കിട്ടുക. ഭാഷയിൽ പോലും വിവേചനം. ഈ സാധുക്കളാകുന്ന ജാതി ശൂദ്രന്മാർക്ക് വലിയ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. ഉപ്പ് വേണമെന്ന് പറയാൻ പാടില്ല. പിന്നെ ശക്തമായി പീഡിപ്പിക്കും, ചിലപ്പോൾ കൊന്നു വരും. കാരണം ഉപ്പ് എന്ന് പറഞ്ഞതിന്. പിന്നെ പുളിക്കണത് എന്ന് പറയണം. അവരുടെ വീടിന് വീട് എന്ന് പറയാൻ പാടില്ല, പുര എന്ന് പറയാൻ പാടില്ല, ഭവനം പറയാൻ പാടില്ല. ഇതൊക്കെ വലിയവർക്ക് പറയാനുള്ളതാണ്. പിന്നെ അവരുടെ വീടിന് എന്ത് പറയണം? ചെറ്റപ്പുര അല്ലെങ്കിൽ ചാള എന്നൊക്കെ പറയണം. അങ്ങനെ ഭാഷയിലും വേഷത്തിലും ഈ ശൂദ്രന്മാരാകുന്ന ആളുകൾ ഫുള്ള് ഡ്രസ്സ് ഇടാൻ പാടില്ല. ചെറിയൊരു ഒരു ഒറ്റമുണ്ട എടുക്കാൻ പാടുള്ളൂ. അവരുടെ സ്ത്രീകൾക്ക് മാറുമറക്കാൻ പാടില്ല. ഇന്ത്യയിലൊക്കെ അത് വല്ലാതെ നിലനിന്നു. നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഈ ഭാഗങ്ങളിലൊക്കെ പെണ്ണുങ്ങൾക്ക് അവരുടെ മാറുമറക്കാനുള്ള പരമമായ അവകാശത്തിന് വേണ്ടി ടിപ്പു സുൽത്താനെ പോലെയുള്ള മഹാത്മാക്കൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് അവർക്ക് മാറുമറക്കാൻ പറ്റുന്നത്. മാറുമറച്ചതിന്റെ കാരണത്താൽ നമ്മുടെ നാട്ടിലൊരു സ്ത്രീ അവളുടെ സ്ഥലം മുറിച്ച് തമ്പ്രാന് കൊടുത്ത് മരണപ്പെട്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ഞാനത് വിസ്തരിക്കല്ല. ഈ സാമൂഹിക വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിച്ച ടിപ്പു സുൽത്താനെ പോലെയുള്ളവർ ഇന്ന് വർഗീയവാദികളാണ്. അതാണ് ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം. അദ്ദേഹം ഇന്ന് വർഗീയവാദികളാണ്, മതവിദ്വേഷിയാണ്. ഒരു നിലക്കും ഇന്ത്യക്ക് പാടില്ലാത്ത വിധം ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയ മനുഷ്യനാണെന്നാണ്. ഇന്ത്യയുടെ പ്രാചീന ചരിത്രത്തിൽ ആധുനിക സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ മുന്നേ തുടക്കം മുതൽ ഒടുക്കം വരെയും ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ മോചനം എന്ന രീതിയിൽ പ്രവർത്തിച്ച, യുദ്ധം ചെയ്ത, നിലകൊണ്ട ഒരേ ഒരു മനുഷ്യനാണ് ടിപ്പു സുൽത്താൻ. മറ്റൊരാളുമില്ല. പഴശ്ശിരാജാവിനെ വാഴ്ത്താറുണ്ട്. അദ്ദേഹം ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് ഞാൻ പറയാം, ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് ടിപ്പുവിനെതിരെ സമരം ചെയ്ത ആളായിരുന്നു അദ്ദേഹം. ടിപ്പുവിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയുടെ മോചനമായിരുന്നു. അപ്പൊ അദ്ദേഹം കുറെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചില്ലേ എന്നാണ് ചോദ്യം. അദ്ദേഹം കുറെ ഹൈന്ദവരെ കൊന്നില്ലേ എന്നാണ് ചോദ്യം. അന്നത്തെ ഏത് പടയോട്ടത്തിന്റെയും അനിവാര്യമായിരുന്നു അത്. അതിന്റെ രാഷ്ട്രീയപരമായ കാരണം കൂടി നമ്മൾ മനസ്സിലാക്കണം. ടിപ്പു ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ കേരളത്തിലെ ജന്മികളും ഭൂസ്വത്തിന്റെ ഉടമകളും ഉന്നത കുലജാതന്മാരും ബ്രിട്ടീഷുകാരുടെ ആളുകളായിരുന്നു. അവരെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. ഈ ജാതി വ്യവസ്ഥയെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു ബ്രിട്ടീഷുകാർ. കാരണം ഈ ഉന്നതന്മാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി. അപ്പൊ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന കേരളത്തിലെ ഉന്നത കുലജാതന്മാരാകുന്ന ആളുകളോട് ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ടിപ്പു സുൽത്താൻ നന്നായിട്ട് പോരാടിയിട്ടുണ്ട്. അവരിൽ പല ആളുകളും മരണപ്പെട്ടിട്ടുമുണ്ട്. അവരുടെ സ്വത്തുവകകൾ ടിപ്പു സുൽത്താൻ തൻ്റെ ഭരണത്തിലേക്കും രാഷ്ട്രത്തിലേക്കും കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. അത് ഹിന്ദു എന്നുള്ള കരുതിയിട്ടല്ല, രാഷ്ട്രീയ പോരാട്ടമായിരുന്നു. തൻ്റെ ആജന്മ ശത്രുക്കളാവുന്ന ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ ഏതൊരു രാഷ്ട്രത്തലവന്റെയും ഏതൊരു യോദ്ധാവിന്റെയും ശത്രുവാണ് എന്നതിൽ ഒരു തർക്കമില്ല. ഇപ്പൊ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത നാടുകളെ നമ്മൾ ബഹിഷ്കരിക്കുന്നു. അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിക്കുന്നു. എന്തുകൊണ്ട്? അതാണ് അതിൻ്റെ ഒരു രീതി. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന കുറേ ഭൂജന്മികളെയും ഉന്നത കുലജാതന്മാരെയും ടിപ്പു സുൽത്താൻ നേരിട്ടിട്ടുണ്ട്. പലർക്കും ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. അവരുടെ സ്വത്തുകൾ തൻ്റെ രാഷ്ട്രത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത് രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയം മാത്രമാണ്. അല്ലെങ്കിൽ മൈസൂരിലെ പട്ടണത്തിലുള്ള ക്ഷേത്രത്തിന് നിർമ്മാണത്തിനും അതിൻ്റെ പുനഃസംഘാടനത്തിനും പുനർനിർമ്മാണത്തിനും അതിൻ്റെ നിത്യവൃത്തി കഴിഞ്ഞു പോകാനും വേണ്ടി ഫണ്ട് അനുവദിക്കുന്ന ടിപ്പു നമുക്ക് കാണാൻ പറ്റൂല. സത്യത്തിൽ അങ്ങനെ ഉണ്ട്. ഒരു ക്ഷേത്രത്തിനല്ല, മൈസൂരുമായി ബന്ധപ്പെട്ട കുറേയേറെ ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രത്തിലെ എല്ലാ കർമ്മം നടക്കാനുള്ള ഫണ്ട് അനുവദിച്ചിരുന്ന ടിപ്പു സുൽത്താനായിരുന്നു. എന്തുകൊണ്ട്? അന്ന് ടിപ്പു സുൽത്താനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു ആ ക്ഷേത്രത്തിലെ ഉന്നതന്മാരെല്ലാവരും മൈസൂരിന്റെ പശ്ചാത്തലത്തിൽ. കേരളത്തിൽ അങ്ങനല്ലായിരുന്നു. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഒപ്പം ചേർന്ന് നിന്ന് ആനുകൂല്യം പിടുങ്ങാൻ വേണ്ടി നിന്നവരായിരുന്നു പല ഉന്നത കുലജാതന്മാരും. സ്വാഭാവികമായും ബ്രിട്ടീഷുകാരെ എതിർക്കുന്നതിന്റെ ഭാഗമായി ടിപ്പു സുൽത്താൻ അവരെയും എതിർത്തിട്ടുണ്ട്, അവരെയും തോൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ സ്വത്തുവകകൾ തന്റെ രാഷ്ട്രത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇവിടെ ടിപ്പു മാത്രം ഹിന്ദുക്കളെ കൊന്നവനായിട്ട് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുക. ഹിന്ദുക്കളെ അല്ല കൊന്നത്, ബ്രിട്ടീഷുകാരുടെ എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികളെയാണ് ടിപ്പു സുൽത്താൻ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചത്.
അവിടുത്തെ രാഷ്ട്രം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന വശം മാറ്റി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിരുന്നു ഈ സമരം പോലും എന്നതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ അതൊക്കെ ചരിത്രത്തിൽ നിന്ന് തമസ്കരിച്ച് കൊന്നത് ഒരു പ്രത്യേക മതത്തിന്റെ ആളുകളാണ്, അതുകൊണ്ട് ടിപ്പു സുൽത്താൻ വർഗീയവാദിയാണ് എന്ന് തെളിയിക്കാനാണ് ഇന്ന് ചരിത്ര നിർമ്മിതി നടത്തുന്നവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ടിപ്പു സുൽത്താൻ ഒരു ഹിന്ദു വിരുദ്ധനാണെങ്കിൽ തന്റെ 19 മന്ത്രിമാരിൽ 13 പേരും ഹൈന്ദവരാകില്ലായിരുന്നു. തന്റെ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി പോലും പൂർണ്ണയ്യ എന്ന് പറയുന്ന ശുദ്ധ ഹൈന്ദവനാകില്ലായിരുന്നു. പക്ഷെ അങ്ങനെയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ 13 പേരും 19-ൽ 140-ലല്ല 19-ൽ 13 പേരും ഹൈന്ദവരായിരുന്നു, ശുദ്ധ ഹിന്ദുക്കളായിരുന്നു. ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് പോലും ടിപ്പു സുൽത്താന്റെ അധികാരം വരേണ്ടി വന്നു എന്നാണ്. അവർക്ക് കഞ്ഞി വിളമ്പുന്നത് കുഴി കുത്തിയിട്ട് അതിൽ ഇല വെച്ചിട്ടാണ്. ഇത്തിരി കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഈ ഉന്നത കുലജാതന്മാരാകുന്ന ഭൂസ്വത്ത് ഭൂപ്രമാണിമാരുടെ സേവകന്മാർ വന്ന് ആ ഉള്ള കഞ്ഞിയിൽ പോലും ചവിട്ടി 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 നടക്കുന്നതാണ്. തോട് കടക്കണം എന്നുണ്ടെങ്കിൽ, ചളിയുള്ളിടത്തൂടെ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഉന്നതന്മാർ വരുമ്പോൾ പാവപ്പെട്ട ശൂദ്രന്മാർ, ദളിതന്മാർ അവിടെ കമന്ന് കടക്കണമായിരുന്നു. അവിടെ പുറത്ത് ചവിട്ടിയിട്ടാണ് അവർ അങ്ങോട്ട് പോവുക. ഇവർ നടക്കുന്ന പാതയിലൂടെ അവർക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. വൈക്കം സത്യാഗ്രഹം കാലത്ത് ഗാന്ധിജി വന്നു. അന്നത്തെ അവിടുത്തെ പ്രാദേശിക ഭരണാധികാരിയാവുന്ന ബ്രാഹ്മണനോട് അദ്ദേഹം ചർച്ചയ്ക്ക് ചെന്നു, ചർച്ചയ്ക്ക് ആവശ്യപ്പെട്ടു. ആ സമയത്ത് വൈശ്യനാവുന്ന ഗാന്ധിജിയോട് ചർച്ചയ്ക്ക് നാം അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. ഗാന്ധിജി ഇതിനൊരു പരിഹാരമാവട്ടെ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ഇല്ലത്തിൽ കയറ്റൂല എന്ന് അയാൾ വാശി പിടിച്ചു. അങ്ങനെ പുറത്ത് ചെറിയൊരു പന്തലിട്ടിട്ട് അതിൽ വെച്ചാണ് ഗാന്ധിജിയും അദ്ദേഹവും തമ്മിലുള്ള ചർച്ച നടന്നത്. എത്ര ശ്രമിച്ചിട്ടും പക്ഷേ ഗാന്ധിജിക്ക് അത് വിജയിപ്പിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് നിരാശയോടുകൂടെ മടങ്ങിപ്പോരേണ്ടി വന്നു. എന്തേ പ്രശ്നം? താങ്കൾ എന്തിനായി അധ്വാനിക്കുന്നത്? അവരൊക്കെ നീച ജന്മങ്ങളല്ലേ എന്ന് ചോദിച്ചു ഗാന്ധിജിയോട്. നീച ജന്മങ്ങൾ. പിന്നീട് ഡെക്കറേഷൻ ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു ഘട്ടമൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇത് ജോലി കൊണ്ടാണ് ഈ ജാതി ശൂദ്രത്വം വരുന്നത്, അല്ല ജന്മം കൊണ്ടാണെന്ന് എല്ലാ പ്രമാണങ്ങളും പറയുന്നു. നീച ജന്മങ്ങളല്ലേ എന്ന ചോദ്യം പോലും അതിനെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജീവിതത്തിൽ ബ്രാഹ്മണ സേവ നടത്തിയാൽ അടുത്ത ജന്മത്തിൽ അങ്ങനെ തന്നെ ബ്രാഹ്മണ യോനിയിലൂടെ ജനിക്കാം, അല്ലെങ്കിൽ ചാണ്ടാള യോനിയിലോ പട്ടിയുടെയും പന്നിയുടെയോ യോനിയിൽ ജനിക്കേണ്ടി വരും. ജന്മം കൊണ്ടാണ് ശൂദ്രത്വം വരുന്നത്, ജന്മം കൊണ്ടാണ് വൈശ്യത്വം വരുന്നത്, ജന്മം കൊണ്ടാണ് ജാതി ശ്രേണിയിലെ ഓരോ സാധനങ്ങളും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ 1935 ഒരു വലിയ സമ്മേളനം വിളിച്ചിട്ട് ഞാൻ ഈ ജാതി വ്യവസ്ഥയെ ഉൾക്കൊള്ളുന്ന മതത്തിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞത്. അദ്ദേഹം മാത്രമല്ല, അയാളോടൊപ്പം 100,000-ലധികം അനുയായികളും. മനുഷ്യനെ രണ്ടായി കാണുക. നമ്മളൊക്കെ കുറേ ഉന്നതന്മാരാണെന്ന് പറയാം. അതുകൊണ്ടാണല്ലോ ഹിമാലയം കടന്നു വന്നതല്ല ഭാരതത്തിലെ മുസൽമാൻ എന്ന് ആശാന് പാടേണ്ടി വന്നത് ദുരവസ്ഥയിൽ. അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കയറി വന്നതല്ല. ആര്യന്മാർ വന്നതുപോലെ മെസോപ്പൊട്ടേമിയൻ മേഖലയിൽ നിന്ന് ആര്യന്മാർ വന്ന് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചതുപോലെ എല്ലാ മുസ്ലിങ്ങളെന്ന് ആശാൻ പറയുന്നുണ്ട്. പിന്നെയോ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മുഖേന മനുഷ്യരാവാൻ വേണ്ടിയിട്ട് അവർ മതം മാറിയതാണ്. എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചറമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തിച്ചാരത്തിരുന്നിടാ മുട്ടും പേടിക്കേണ്ട തമ്പുരാനെ. ഇതാണ് പ്രശ്നം. എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കണം. പൂഹോ എന്നും പറഞ്ഞ് കൂവിക്കൊണ്ടൊരാൾ മുന്നിൽ പോകും. പല്ലക്കിൽ ഈ ഉന്നത കുലജാതം വരുമ്പോ അവിടെയുള്ള എല്ലാവരും മാറിക്കൊണ്ടിരിക്കണം, എല്ലാവരും മാറിക്കൊണ്ടിരിക്കണം. ആ വഴിയിലേക്ക് അവർ വരാൻ പാടില്ല. മുള്ളും കല്ലും നിറഞ്ഞ ചളി നിറഞ്ഞ ചില വഴികളുണ്ട് അവർക്ക്. ഇപ്പൊ നമ്മുടെ വലിയ റോഡിൻ്റെയൊക്കെ സൈഡിലൂടെയുള്ള ചെറിയ റോഡൊക്കെ പോലെ അതിലൂടെ നടക്കാൻ പറ്റുള്ളൂ. എന്നാലും കണ്ണ് കാണാൻ പാടില്ല, ദൃഷ്ടിദോഷം സംഭവിക്കും. അതുകൊണ്ട് അവർ ദൂരെ പോകണം. അതിനുവേണ്ടിയാണ് മുന്നിൽ കൂവിക്കൊണ്ട് ഒരാൾ വരുന്നത്. ദേ വരുന്നു നമ്മുടെ ഈ ജന്മി, അതുകൊണ്ട് നിങ്ങൾ മാറിപ്പോണം. ദേ വരുന്നു ബ്രാഹ്മണൻ, അതുകൊണ്ട് നിങ്ങൾ മാറിപ്പോണം. ദൂരെ നിൽക്കണം. ശ്രീനാരായണ ഗുരുയുടെ പഠനങ്ങൾ കുറെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ ഒരിടത്ത് പറയുന്നുണ്ട്, ശ്രീ ശങ്കരനെ പോലും ഈ ജാതി ശൂദ്രത്വത്തിന്റെ പ്രശ്നം ബാധിച്ചുവല്ലോ എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്. ശ്രീ ശങ്കരാചാര്യരും ശ്രീ നാരായണ ഗുരു എന്ന് പറഞ്ഞ് ധർമ്മരാജ് അഡാട്ടിന്റെ ഒരു പുസ്തകം ലഭ്യമാണ്, നമുക്ക് വായിച്ചു നോക്കാം. ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്
നമ്മുടെ ഭരണഘടനാ ശില്പിയാകുന്ന അംബേദ്കറുടെ തന്നെ സംയുക്ത കൃതികൾ എന്ന് പറഞ്ഞ് വാള്യങ്ങളുണ്ട്. അതിൻ്റെ 8ാം വാള്യം, അതിൻ്റെ 11ാം വാള്യമൊക്കെ വിസ്തരിച്ച് പറയുന്നത് ജാതി വ്യവസ്ഥയുടെ വിഷയങ്ങളെ കുറിച്ചാണ്. നമുക്ക് വായിച്ചു നോക്കാം. നിരവധിയായി അതേക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. തൽക്കാലം ഇത്തരം കാര്യങ്ങളൊക്കെ മതി എന്ന് തോന്നുകയാണ്.